ഒന്നും പറയാനില്ല കൂട്ടുകാരെ, ചങ്കുകളെ മുത്തുകളെ, ഒന്നും പറയാനില്ല മുത്തുകളെ. ഏറ്റവും കൂടിയ നമ്മളൊരു 1 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ കാണാൻ പറ്റുന്ന ഏറ്റവും മനോഹര കാഴ്ചയാണ്. അതായത് നമ്മുടെ മൂന്നാർ ഡയറക്ഷൻ എങ്ങും വിട്ടുപോകേണ്ട കാര്യങ്ങളില്ല, എങ്ങും അകലെ മാറി ചിന്തിക്കേണ്ട കാര്യമില്ല. അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യമില്ലടാ. എൻ്റെ പൊന്നോ, രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു നോക്കി, നിങ്ങൾ നോക്കി എങ്ങോട്ട് തിരിഞ്ഞാലും വ്യൂ. കാണുന്ന മരമുണ്ട്, കുരിശ് അവിടെ നിന്ന് കാണുന്നുണ്ടോ, ചെറുതായിട്ടൊരു കുരിശ് കാണുന്നുണ്ടോ, അതാണ് കുരിശ്. അവിടെ വരെയാണ് നമ്മൾ പോണേ. അപ്പോൾ ഇൻട്രോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു യാത്ര പോകാനായിട്ട് വന്നതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശല്യാമ്പാറ സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ അതേ മനുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കുരിശുമല കയറാനാണ്. ഈ പള്ളിയുടെ തന്നെ കുരിശുമല കയറാനാണ്. ആ പള്ളിയുടെ കുരിശുമല എന്ന് പറയുന്നത് അങ്ങ് മണ്ടേല. അപ്പോൾ ആ കുരിശുമല കയറാനാണ് നമ്മൾ പോണേ. അപ്പോൾ അതിൻ്റെ മനോഹരമായ ഒരു വീഡിയോയുമായിട്ടാണ് നമ്മൾ വന്നേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ 100% ഇഷ്ടപ്പെടും. അത്ര പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടെ നിലവിൽ ചെയ്താൽ ഇനി അഥവാ നല്ല മനോഹരമായൊരു വീഡിയോ ഒക്കെ വന്നാൽ നിങ്ങൾക്ക് ചെയ്തേ. അപ്പം വേറെ കഥയൊന്നും പറയാനില്ല. അപ്പോൾ മനോഹരമായ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഫുള്ള് വാച്ച് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണണം. മനോഹരമായ കാഴ്ചയാണ്. ഹായ്, നമ്മളിത് ഇതുപോലെയുള്ള വഴികളെ വേണം കേട്ടോ കയറി പോകാൻ. കുറച്ചധികം ദൂരമില്ല, നല്ല കയറ്റമുണ്ട്. കുറച്ച് നമ്മൾ താഴെ നിന്ന് കയറി വന്നു കേട്ടോ. ഇത് നമ്മുടെ കൂടെയുള്ള മനു കഥകളെ കഥപ്പ് കേട്ടോ. കഥക്കാനുണ്ട്, നല്ല കയറ്റമാണ്, കുത്തിനുള്ള കയറ്റം. ഈ ഇതിന് വേറെ നമ്മൾ 4 ഏക്കർ കുരിശുമല 4 ഏക്കർ കുരിശുമലയിലാണ് പോകണം. ഇത് അതായത് ശല്യാമ്പാറ പള്ളിയിലടാ, ശല്യാമ്പാറ പള്ളിയുടെ കുരിശടി ഇരിക്കുന്ന സ്ഥലമാണ്. വേറൊരു മനുഷ്യക്കുഞ്ഞില്ല, ഇവിടെ ഒരാളുമില്ല കേട്ടോ. വേറെ ഞങ്ങൾ മാസ്ക് ഒന്നും വെക്കാതെ നല്ല രസമുള്ള സ്ഥലമാണെന്നാ പറഞ്ഞേ. മല കേട്ടോ, കയറി വന്നാ കേട്ടോ. കുറേ താഴെ ഞങ്ങൾ കയറി വന്നാ. നീ ഇത്രയും തന്നെ പോകാനുണ്ടോ? അമ്മേ, റോട്ടിൽ നിന്ന് ഇച്ചിരക്കാ. ഇത് നമ്മുടെ പൊന്മുടി ചെങ്കുളം ഡാമിൻ്റെ അവിടെ നിന്ന് തോട്ടാപ്പുരയൊക്കെ പോണ വഴിക്ക് അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളൂ അല്ലടാ. ഒരു 3 കിലോമീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് കയറി പോയാൽ മതി. പക്ഷെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് മേടി വന്ന് പറയാം, നല്ല രസമുണ്ട് കേട്ടോ. രസമാണ്, നല്ല രസമുള്ള സ്ഥലമാണ്. ഇവിടെ കൃഷിയൊക്കെ ഉണ്ട്. ഒരു സൈഡിൽ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. പോതല്ലടാ, പോതപ്പുല്ലല്ലേ. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ? തെരുവ എന്ന് പറയാൻ പറ്റില്ല, തെരുവല്ല. ഇത് മറ്റേ പുല്ല് വീട് വാങ്ങിച്ചോണ്ടിരുന്ന സംഭവം കേട്ടത്. പണ്ട് കാലത്ത് പോതപ്പുല്ലെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. പെരപ്പുല്ല്, മേച്ചിപ്പുല്ല് എന്നൊക്കെ പറയും. മനുവിൻ്റെ കൂടെ എന്നുള്ള കഥപ്പ് എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാനിച്ചിരി ബാക്കിലേക്ക് നിന്നു. ഇവിടെ മൂന്നാറൊക്കെ കാണാൻ തോന്നുന്നില്ലടാ. സൈഡ് കാണാം അല്ലേ? വാ, നല്ല രസമാണ്. നോക്കി യൂക്കാലി കേട്ടോ. നമ്മളെ വാറ്റണ തൈലുണ്ടാക്കണ യൂക്കാലി അല്ല അത്. ഇത് മറ്റേ പേപ്പർ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് ഇവിടെ മേളിലേക്ക് വന്നു. പക്ഷേ കുറച്ചൊക്കെ കയറ്റം ഉള്ളൂ, ഒത്തിരി ദൂരം നടക്കാനല്ല. നമ്മുടെ ശരാശരിയുള്ള ടാസ്കിൻ്റെ അത്രയുള്ള ടാസ്കൊന്നുമില്ല കേട്ടോ. അവിടുന്ന് പോലെ എൻ്റെ പോലെ എൻ്റെ നാളെ നല്ല സൂപ്പറായിട്ട് കാണാമല്ലോ. നമ്മുടെ കത്തിപ്പാറ കാണുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രസമായി തുടങ്ങി, നല്ല ഭംഗിയായി തുടങ്ങി. ആ സൈഡ് മൂന്നാറൊക്കെ കാണാനുണ്ട്. ഈ സൈഡ് നോക്കിയാൽ മൂന്നാറും കാണാം. ഈ സ്ഥലത്തിന് ശരിക്കും വേറെ 4 ഏക്കർ അല്ലേ? 4 ഏക്കർ വെയിലത്ത് വന്നാലും ഇവിടെ തുള്ളി ചൂടുണ്ടാവില്ല. നല്ല വെയിലത്ത് വന്നാലും വലിയ ചൂടൊന്നും ഉണ്ടാവില്ല എന്നാവും പറഞ്ഞത്. ഒന്നും പറയാൻ പറ്റാത്തൊരു സ്ഥലമാട്ടോ അത്. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല ഇപ്പം വിളിച്ചു വരുത്തി കഴിഞ്ഞപ്പോൾ ഇത്രയും സംഭവമായിരിക്കും എന്നുള്ളത്. പക്ഷെ നമ്മുടെ പെരിയാറൊക്കെ ഒഴുകിയാലും കാണാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. അമ്പോ ഹരഹരോ ഹര. ആൽപ്പാറ കാണാം. അയ്യോ കിടുക്കൻ ഒന്നും പറയാനില്ല. ഇതുകൊണ്ടാ നമ്മുടെ പെട്ടിമുടിയൊക്കെ ഇവിടെ നിന്ന് തെളിഞ്ഞ് കാണാം. അതേ ഈ ഇതല്ല കേട്ടോ പെട്ടിമുടി, അതാ പെട്ടിമുടി കാണാം. കൂമ്പാറമുടിയൊക്കെ കാണാം. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ദിവസം കത്തിപ്പാറ ഫുള്ളായിട്ട് ഇവിടെ നിന്ന് കാണാം ഒരു സൈഡ്. ഹായ്, നൈസ് പ്ലേസ്. ഏകദേശം നമ്മൾ കുരിശുമലയുടെ അടുത്ത് എത്താറായിട്ടോ. ഈ ഒരു കയറ്റോടെ കയറിയാൽ മതി.
അവന് പേടിയാന്ന് പറഞ്ഞത്, ഒരു പാറ കയറാന്ന് പറഞ്ഞേ. ആനയുണ്ടോ എന്ത്? യെസ്, എൻ്റെ പൊന്നോ എന്താ രസം. എൻ്റെ അമ്മോ, അൺസൈക്കബിൾ വ്യൂ ആണ്, ഒന്നും പറയാനില്ല. എൻ്റെ അമ്മച്ചോ, നടന്നു പോകണതായിട്ട്. ഉയ്യോ, ഇതുകൊണ്ട് ഞാൻ നിൽക്കുന്ന സ്ഥലം എവിടെയാ നോക്കി. ഇവിടെ ഞാൻ ശ്രദ്ധിക്കണേ. അയ്യോ, ഇപ്പോൾ നമ്മൾ ഏകദേശം ഈ കുരിശുമലയുടെ അടുത്തെത്തിട്ടോ. ഇവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കാണുന്നത്. എൻ്റെ അമ്മോ, ഈ എന്നാ കാഴ്ചയെന്ന് നോക്കി നിങ്ങൾ. ഈ മൊത്തം ഫുള്ള് പച്ചപ്പ്, മനോഹരമായൊരു കാഴ്ച. അതുപോലെ നമ്മുടെ പെരിയാർ അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അത് നിങ്ങൾ നോക്കിട്ടോ. നമ്മളെ കുരിശുകുത്തിമലയുടെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിങ്ങളാരെങ്കിലും ആ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കയറി കാണണം. നേരെ കാണാനാണ് കുരിശുകുത്തി. അതിൻ്റെ താഴെ കണ്ടോ നമ്മുടെ പെരിയാർ ഒഴുകി വരുന്നത്. അവിടെ നടന്നുകൊണ്ട് നമ്മുടെ കല്ലാർട്ടി ഡാമിൽ വെള്ളം കിടക്കണേ കണ്ടോ. എന്തമ്മോ, ഇവിടെ നോക്കുക എന്നാ കാഴ്ചയാന്ന് നോക്കി. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. ഓ എൻ്റെ അമ്മോ. നമ്മുടെ കത്തിപ്പാറയൊക്കെ നല്ല ഇങ്ങനെ നിവർന്ന് നിൽപ്പുണ്ട് കേട്ടോ. കത്തിപ്പാറ, ഇത് നമ്മുടെ കത്തിപ്പാറ മല കേട്ടോ കാണണേ. എൻ്റെ അമ്മോ, ഇതൊക്കെ എന്നാ കാഴ്ചയാണോ എൻ്റെ അമ്മോ. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ലാത്ത കാഴ്ചകളാണ് ഇവിടെ നോക്കിയാൽ കാണാനുള്ളത്. ഓ അമ്മോ, ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അത് ബ്യൂട്ടിഫുള്ളാണ്. ഒറ്റ രക്ഷയില്ലാത്ത കാഴ്ച. നമ്മൾ ഈ സൈഡിലേക്ക് നോക്കിയാലും ഭയങ്കര വ്യൂ കേട്ടോ. ഇതുണ്ടോ, ഈ സൈഡിലും ഭയങ്കര വ്യൂ ആണ്. ഇതാ നമ്മളെ കുരിശുതേ, പള്ളിയുടെ കുരിശെന്ന് പറയുന്നത്. സ്റ്റൈലൊരു കുരിശ്, സ്റ്റൈലൊരു സ്ഥലവും. ആ നല്ല കാറ്റാട്ടോ. ഏറ്റവും വലിയ സ്ഥലം ഇവിടെയൊക്കെ വന്ന് കയറി വന്നു കഴിയുമ്പോഴത്തേനും ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായ ക്ലൈമറ്റാണ്. നല്ല കാറ്റ്. പക്ഷെ അതുപോലെ തന്നെ മഴയത്തൊക്കെ ഇവിടെ കയറി വന്നിട്ടില്ല, അല്ല 8ൻ്റെ പണിയും കിട്ടും. ഇവിടെ കുറച്ച് ഇപ്പുറത്തേക്ക് വന്നപ്പോഴത്തേനും വേറൊരു ലെവൽ വ്യൂ. ഇപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് വരുന്നതോറും ഓരോ സ്ഥലത്തേക്ക് മാറുന്നതോറും വ്യൂവിൻ്റെ ഒക്കെ ഒരു രക്ഷയില്ലാത്ത സൈസ് വ്യൂകളാണ്. ഇതേ നമ്മൾ കയറി ഇപ്പോൾ ഷൂട്ട് ചെയ്ത്, ഞാനിപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് ഷൂട്ട് ചെയ്തേക്കണ സാധനം കല്ലാട്ടതേ കാണണേ. ആ കല്ലിൻ്റെ ഒരു ഭീകരത നിങ്ങളെ കാണിച്ചു തരാം. ആ കല്ലിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ കയറി ഒന്ന് ഷൂട്ട് ചെയ്ത്. അവിടെ നിന്നൊക്കെ താഴോട്ട് പോയാത്ത അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. ഓ എന്തായാലും 4 ഏക്കർ കുരിശുമുടി എന്നല്ല പറഞ്ഞാൽ കുരിശുമല അല്ലേ. അല്ല മഞ്ഞ് നിൽക്കാൻ നോക്കി, എല്ലാം രസമാണ് നോക്കി. വാ, എന്നാലും ഒന്നും പറയാനില്ല കേട്ടോ. നല്ല മനോഹരമായൊരു കാഴ്ചയാണ് ഇവിടെയൊക്കെ വന്ന്. ഇതൊക്കെ നമുക്ക് സമയം കിട്ടുമ്പോൾ വരാനൊന്നും ഒത്തിരി ദൂരം നടക്കാനില്ല കേട്ടോ. സാധാരണ നമ്മുടെ ട്രെക്കിംഗ് പോയിന്റിനെ അപേക്ഷിച്ച് ഇത് വലിയ സംഭവമായ ഒരു സ്ഥലമൊന്നുമല്ല. അത്ര വലിയ ഹൈറ്റിൽ നടക്കാനോ ഒത്തിരി മടുക്കാനൊന്നുമില്ല കേട്ടോ. മനുവിൻ്റെ ആ ഒരു നിൽക്കണ ഒരു പൊസിഷൻ ഞാൻ ഷൂട്ട് ചെയ്യണം. എന്ത് രസമാണ് നോക്കി. മനുവിനെ നിർത്തിക്കൊണ്ട് നമുക്കൊന്നങ്ങ് കറങ്ങാം. ആ കേട്ടോ, മനു ഫുള്ള് ഗ്രീനറി നിൽക്കണ ഒരു നിൽപ്പുണ്ട്. എന്നാ രസമാണ് നോക്കി. ഇപ്പം അവിടെ നോക്കിയപ്പോൾ കുറച്ച് മൂന്നാറിൻ്റെ സൈഡിലേക്കുള്ള വ്യൂ ഒക്കെ ഇച്ചിരി കുറവാണ് അവിടെ നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് അതും കൂടെ കാണാൻ വേണ്ടി നമ്മളിത് കുറച്ചുകൂടെ മുകളിലേക്ക് പോവാം. പക്ഷേ ഇതൊക്കെ ഒരു ഭയങ്കര രസമാണ്. പക്ഷേ ഇതിലത്ര പോക്ക് ഇന്ന് ചൊറിഞ്ഞിട്ട് കിടന്നുറങ്ങില്ല എന്നുള്ള കാര്യം 100% വേറൊരു ഉറപ്പ്. പാമ്പ്, പഴുതാര, പന്നി ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യും, അതൊന്നും നമുക്ക് പേടിയുള്ള കേസല്ല. ഈ സിനിമയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ പാട്ട് സീനിലൊക്കെ പണ്ട് കണ്ടുകൊണ്ടിരുന്ന പുല്ലില്ലടാ, അത് കണ്ടോ കേട്ടോ. ഇഷ്ടം പോലെ നിൽപ്പുണ്ട് ഇവിടെ. ഇത് ഏതാ സ്ഥലം എന്ന് എനിക്കറിയാൻ പാടില്ല, എന്നാലും ഞാൻ ആ മുമ്പിലങ്ങ് പോണേ. ഇതുണ്ടോ ആ ടൈപ്പ് പുല്ല് നിൽക്കണുണ്ടോ, എന്ത് രസം നോക്കുന്നുണ്ടോ. ഇഷ്ടം പോലെ ഇവിടെ നിൽപ്പുണ്ട്. പറക്കില്ല. ഹായ്, എന്ത് രസം നോക്കി, നല്ല രസമല്ല നോക്കി. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ, കുറച്ച് ഇവിടെ അധികം നിൽപ്പുണ്ട്. താഴോട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. മനു പോണൊക്കെ ഇച്ചിരി കളർഫുൾ ഡ്രസ്സും കൂടെ പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ. മനു ഇവിടെ നോക്കുമ്പോൾ അയ്യോ ഭയങ്കര രസമാണ്, ഒന്നും പറയാനില്ല. അല്ലടാ നല്ല രസമാണ് മനു, ഭയങ്കര ബ്യൂട്ടിയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കേട്ടോ. നമ്മൾ അത്രയും ദൂരം പോകുന്നു ഇവിടെ നിന്ന് കൂടെ. ഇനി കുറച്ചധികം കൂടെ പോകാനുണ്ട്. നമ്മൾ ഇത്രയും ദൂരം പോകുന്നു, ഇനി കുറച്ചുകൂടെ നടക്കണം കേട്ടോ ഫ്രണ്ടിലേക്ക്. മനു വെച്ച് കയറി പോയിക്കൊണ്ടിരിക്കുക. ഞാനും ശരിക്കും മടുത്തു കേട്ടോ, മടുത്തു. ഓ ഏകദേശം പാറയുടെ ഒരു ലെവൽ കണ്ടുപിടി. ടാസ്ക്കാണോ?
ഇതാടാ പോട്ടാ വഴി. ഇതാ വഴി. ടാസ്ക. നമ്മളെ വീഡിയോ ഇത്ര നേരം കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഞെക്കി തന്നെ കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കേട്ടോ. ആ ബെല്ലൈക്കനും കൂടെ നിലവിളി ചെയ്താൽ നമുക്ക് പൊളിച്ചേക്കാം. ഇതുപോലെയുള്ള വ്യത്യസ്തമാർന്ന കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് പോവാം. നമുക്ക് ഈ മലയുടെ മേളിലേക്കാട്ടോ കയറണ്ടേ? അതെ കയറി പോകണം, സൈഡിൽ കയറി പോകണം. ഇല്ല പോലും നമുക്കൊന്നും പ്രശ്നമില്ല കേട്ടോ. ഇതിൽ നല്ല സൂപ്പർ വഴികളൊക്കെ ഉണ്ടല്ലോ. ഇതിന് നീന്തില്ല അടിപൊളി കേട്ടോ. ആ വേണ്ട, വേണ്ടാത്ത വഴികളെ പോയി പടച്ചു കയറിയതപ്പോ പണി ഉണ്ടാക്കിയതാ. വേണ്ടാത്ത വഴികളെ പോയി പണി ഉണ്ടാക്കിയതാ അപ്പൊ കണ്ടത്. ഇങ്ങനെ കയറി പോകാം. നല്ല സുഖമായിട്ട് കയറി പോരാന്ന് വഴി കൊടുക്കാം. അന്നേരം വന്നേ അയ്യോ എൻ്റെ വന്നോ. എടാ ഇവിടെ ഏതാണ്ട് ഷെഡ് തന്നെ ഉണ്ടായിരുന്നാണല്ലോ പണ്ട്. ഓ ഏടാ പൊളിച്ചില്ലേ? ഓ എൻ്റെ പൊന്നോ, ഇതൊരു അപാര ഷോട്ട്. എന്നാ ലുക്കാ നോക്കിയേ. ആദ്യമായിട്ടൊരു മലയാളം മേളിൽ കയറിയിട്ട് ഇങ്ങനൊരു ഷോട്ട് കിട്ടുന്നത്. ഓ എൻ്റെ പൊന്നേ, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേളിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു കല്ലിരിപ്പുണ്ട്. അങ്ങോട്ട് ഒന്ന് പോയി കയറി നോക്കാം. മിക്കവാറും ഈ രീതിക്ക് ട്രാവൽ. ഓ എൻ്റെ പൊന്നോ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ചെങ്കുളം ഡാം കേട്ടോ. ചെങ്കുളം ഡാമിൻ്റെയൊക്കെ മേളിലേക്ക്, ചെങ്കുളം ഡാമിൻ്റെയൊക്കെ ഫുള്ള് വെള്ളം കിടക്കുന്ന ഡാമുള്ള, എന്നാലും കുറച്ച് വെള്ളം കിടക്കുന്ന നമുക്ക് ഇവിടെ നിന്ന് കാണാം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി നേരെ മേളിലേക്കൊക്കെ മൂന്നാർ സൈഡൊക്കെ കാണാം കേട്ടോ. മൂന്നാർ എന്ന് പറഞ്ഞാൽ പള്ളിവാസൽ ആ സൈഡൊക്കെ കാണാം. ഇവിടെ ഈ പള്ളിവാസലിൻ്റെ താഴോട്ടുള്ള റിസോർട്ടുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ഇപ്പോൾ നേരെ മേളിലേക്ക് നോക്കി കഴിഞ്ഞാൽ എത്ര റിസോർട്ടാണ് കാണുന്നത് നോക്കിയാൽ. പക്ഷേ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ ഏറ്റവും രസകരമായിട്ട് നമുക്ക് തോന്നിയ റിസോർട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലീഫ്. എൻ്റെ അയ്യോ ഭയങ്കര രസം. ആ റിസോർട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ആ സൈഡിലേക്ക് മാറിയ ഫോഗൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ ഇതിൻ്റെ മൊത്തം ഫുള്ളായിട്ടുള്ള വ്യൂ നിങ്ങളെ കാണിച്ചു തരാം. എന്താ പൊന്നെ മനു നിങ്ങൾ നിങ്ങളോട് നോക്കി മനു പോണാണ് എന്ത് രസമാണെന്ന് നോക്കി. എൻ്റെ അമ്മോ ഭയങ്കര രസമായിട്ടോ മനു തോന്നുന്നു പോണാണേ. ഒരു രക്ഷയില്ലാത്ത സ്ഥലത്തേക്കാണ് മനുവിൻ്റെ ഉള്ള പോക്ക്. ഫുള്ള് പച്ചപ്പൊക്കെ നിറഞ്ഞ് ആയ് എന്ത് രസമാണെന്ന് നോക്കി. നമുക്ക് ഇവിടെ വന്ന് ചുമ്മാ നമുക്ക് ഈ ഏരിയകളൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് കാണാം. വാ, ഇത്രയും മനോഹരമായൊരു സ്ഥലം ഞാൻ അടുത്ത കാലത്ത് ഇത്രയും നല്ല ഇതുപോലെ പനോരമിക്കൊരു വ്യൂ ഉള്ള ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാട്ടോ തന്നെ. പറയാതിരിക്കാൻ പറ്റില്ല. ഒരു രക്ഷയില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലം. നിങ്ങളിപ്പോൾ ചെറുപ്പക്കാർ ആരോഗ്യപരന്മാരായിരിക്കുന്നവർക്കൊക്കെ കയറി വരാൻ പറ്റിയ ഒരു നല്ല അടിപൊളി പ്ലേസാണ്. ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആവശ്യമില്ലാത്ത പരിപാടികളൊന്നും കാണിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ഏരിയകളൊക്കെ വന്നു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് വരിക, സീനറിയൊക്കെ ആസ്വദിച്ച് പയ്യെ പോവുക. ഇതൊക്കെ പ്രൈവറ്റ് വ്യക്തികളുടെ സ്ഥലങ്ങളാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. മാക്സിമം എവിടെയുള്ള ആൾക്കാരെ ആരെങ്കിലും പരിചയപ്പെട്ട് വരുവാണെങ്കിൽ അതായിരിക്കും രസം. നല്ല സ്ഥലത്തേക്ക് പുല്ല് തള്ളാൻ പോകട്ടോ. പക്ഷേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ മേളിലൊക്കെ ഒരു ടെൻറ്റ് ക്യാമ്പിങ്ങോ അങ്ങനെയുള്ള സാധനത്തിനൊക്കെ ഉള്ളൊരു സൗകര്യം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അല്ലടാ, ടെൻറ്റ് ക്യാമ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരൊന്നും വലിയ നശിപ്പിച്ചെന്ന് കളയില്ല. പക്ഷെ നല്ല രസം കേട്ടോ. ഇതൊക്കെ 10 പേര് അറിയട്ടെ ചെയ്യുന്ന സ്ഥലം. ആരുടെ സ്ഥലമാണെങ്കിലും നാളെ എന്തായാലും കുഴപ്പമില്ല.
പിന്നെയും നമ്മളെ മോഹിപ്പിക്കാനുള്ളതായി. എന്താ പൊന്നോ, ചെങ്കുളം ഡാമിൻ്റെ വ്യൂ കാണാൻ പാടില്ലാന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ കൂടെ കാണിച്ചു തരാം. വീണ്ടും നമ്മളെവിടെ വന്നപ്പോൾ നമ്മളെ ത്രസിപ്പിക്കുന്ന കാഴ്ചകളല്ല ഇവിടെ ഉള്ളൂ. നമ്മൾ കയറി വന്ന വഴി കേട്ടത്. ഈ വഴി കൂടെയാണ് ശരിക്കും നമ്മൾ ചെങ്കുളം ഡാമിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ അപ്പുറ സൈഡിൽ പോയാണ് നമ്മൾ കയറി പോകുന്നുണ്ട്. അതിന് ചെങ്കുളം ഡാമിൻ്റെ വലിയ വണ്ടിയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇത് ചെങ്കുളം ഡാമിൻ്റെ ഒരു നല്ല ഒരു ഇതിനൊരു 80% വെള്ളം കിടക്കണം കേട്ടോ നമുക്കിവിടെ. ഒരു രക്ഷയില്ല സുഹൃത്തുക്കളെ, ഒരു രക്ഷയില്ല. ഒന്നും പറയാനില്ല കൂട്ടുകാരെ, ചങ്കുകളെ, മുത്തുകളെ, ഒന്നും പറയാനില്ല മുത്തുകളെ. ഏറ്റവും കൂടിയ നമ്മളൊരു 1 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ കാണാൻ പറ്റുന്ന ഏറ്റവും മനോഹര കാഴ്ചയാണ്. അതായത് നമ്മൾ മൂന്നാർ ഡയറക്ഷനിൽ നിന്ന് എങ്ങും വിട്ടു പോകേണ്ട കാര്യങ്ങളില്ല, എങ്ങും അകലെ മാറി ചിന്തിക്കേണ്ട കാര്യമില്ല. അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യമില്ലടാ. എൻ്റെ പൊന്നോ, രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷ. നോക്കി നിങ്ങൾ നോക്കി, എങ്ങോട്ട് തിരിഞ്ഞാലും വ്യൂ. അപ്പോൾ നമ്മുടെ ഈ മനോഹരമായ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായില്ലേ? എല്ലാവരും പറ ഇഷ്ടമായില്ലേ? നമ്മുടെ കൂടെ ഒന്ന് കട്ടയ്ക്ക് കൂടെ ഒന്നും കയറ്റം കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മളെ മനുമച്ചാൻ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. മനുമച്ചാനാണെന്ന് ഈ പ്ലേസ് നമ്മളെ പരിചയപ്പെടുത്തിയത്. മനുമച്ചാൻ അടിപൊളിയായിട്ട് നമ്മുടെ കൂടെ നിന്ന് കട്ടയ്ക്ക് കൂടെ നിന്നു. ഇപ്പോൾ ശ്വാസം വിടാൻ പറ്റാതിരിക്കുക. ഞാനതിൽ കിടന്ന് ഭയങ്കര അംഗമല്ലായിരുന്നു, നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ഈ ട്രെക്കിങ് വീഡിയോ എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ മൊത്തം പകർത്തി എടുക്കുമെന്നാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയില്ലായിരുന്നു. ഇതിനും കുറേ ഉണ്ടായിരുന്നു, നമ്മൾ കുറേ വീഡിയോ കട്ട് ചെയ്ത് പറഞ്ഞാണ്. അപ്പോൾ അത്രയും കൂടുതൽ ടൈമും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ച നമുക്ക് വീണ്ടും വരാം. അപ്പോൾ നമ്മുടെ മനുകൾ കൂടി ബൈ ബൈ.